ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरि ओं तत्सत्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 4-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു വരുന്നു. 4-ാമത്തെ അധ്യായത്തിലെ 205 ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. ഭഗവാന്റെ കാരുണ്യം, മഹാകാരുണ്യം, ഇത്രയും നമുക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത് തന്നെ അതെ. ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്ലോകം 206. ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹി ഉദാഹൃതം അഹൈതുകീ അവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. യെസ്. हरे कृष्ण प्रभु। लक्षणं भक्तियोगस्य निर्गुणस्य हृदाहृदम् अहैतुक्य विवहिताया भक्ति पुरुषोत्तमे. विवर्तनं by His Divine Grace Abhay Charanarvinda Bhaktivedanta Swami Srila Prabhupada ki jai. പരമപുരുഷോത്തമന് വേണ്ടിയുള്ള ഭക്തിഭരിത സേവനത്തിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്. അത് അഹൈതുകവും ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയാത്തതുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 205 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അല്ലെ. ഗംഗ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണോ ഗംഗാ നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്, അതുപോലെ അതായത് തടസ്സമില്ലാതെ, ഒരു തടസ്സവും ഇല്ല അവിടെ. അങ്ങനെ അതുപോലെ ആയിരിക്കും ഭഗവാന്റെ ഭക്തര്. അവര് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ശ്രവണം കൊണ്ട് മാത്രം അവരുടെ മനസ്സ് മുഴുവനും ഭഗവാനിലേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് ഭഗവാനാണെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടല്ലേ, അവർക്ക് ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല ചിന്ത. അപ്പൊ അവിടെ തടസ്സമില്ലാത്ത കാര്യമാണ് പറയുന്നത്. തടസ്സമില്ലാതെ, അതായത് ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല, ഓട്ടോമാറ്റിക്കലി നാച്ചുറൽ ആയിട്ട് അത് പോകുന്നു. എങ്ങനെയാണ് ഗംഗാ നദി നാച്ചുറൽ ആയിട്ട് അത് സമുദ്രത്തിലേക്ക് പോകുന്നു, തടസ്സമൊന്നും ഇല്ലാതെ. അതേപോലെ
ഇപ്പോൾ നമ്മൾ കുന്തിസ്തുതിയിലെ ശ്ലോകവും എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ഷൻ പറഞ്ഞു അല്ലെ? ത്വയിമേ അനന്യ വിഷയ, ആ ശ്ലോകം. യെസ്, 206 ശ്ലോകം. ഇപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകവും എന്താണ് പറയുന്നത്? അഹൈതുകമായിട്ടുള്ള ഭക്തിയെ കുറിച്ച്. അപ്പോൾ 205ഉം 206ഉം രണ്ട് ശ്ലോകങ്ങളും കാണാം നമുക്ക്. അതായത് അഹൈതുകി, അതേപോലെ അപ്രതിഹത. നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സവൈ പുംസ പരോധർമ്മ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത. ഭക്തി എന്ന് പറഞ്ഞാൽ ഉത്തമ ഭക്തി, ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ, പരമഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് അഹൈതുകമായിരിക്കും, അതേപോലെ അപ്രതിഹത. അഹൈതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേതുവില്ലാതെ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, സ്നേഹം കൊണ്ട് മാത്രം. അതേപോലെ അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം കൂടാതെ, ഒരു തരത്തിലും ഒരു തടസ്സമില്ലാതെ. ആ തടസ്സത്തിന്റെ കാര്യമാണ് നമ്മൾ, ഗംഗ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് അതേപോലെ തടസ്സമില്ലാതെ, അതേപോലെ ആയിരിക്കും. ഈ രണ്ട് ശ്ലോകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അഹൈതുക ഭക്തിയെ കുറിച്ചാണ്. അഹൈതുക ഭക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ അനന്യ ഭക്തി എങ്ങനെയാണ്, ഉത്തമ ഭക്തിയെ കുറിച്ച് അത് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതാണ് നമ്മൾ ഈ രണ്ട് ശ്ലോകത്തിൽ കണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം. സാലോക്യ സാഷ്ടി സാരൂപ്യ സാമീപ്യാൈകതവം സാമീപ്യൈകത്വം അപ്യുത ധിയാമാനം ന ഗൃഹ്ണന്തി വിനാ മത്സേവനം ജനാ. ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകമാണ്, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സാലോക്യ സാഷ്ടിസാരൂപ്യ സാമീപ്യൈകത്വമപ്യുത ദീയമാനം ന ഗൃഹ്ണന്തി വിനാ മത്സേവനം ജനാഃ. വിവർത്തനം ഭാവാർത്ഥം സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ഭക്തന്മാർ സാലോക്യം, സാഷ്ടി, സാരൂപ്യം, സാമീപ്യം അഥവാ ഞാനുമായി ഏകത്വം എന്നീ മോക്ഷങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്താൽ പോലും എന്നെ സേവിക്കുന്നതിന് മുൻഗണന നൽകുന്നതിനാൽ അവ സ്വീകരിക്കുകയില്ല. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ 3 ശ്ലോകങ്ങളും 3, 21, 11, 13 കപിലനായി അവതരിച്ച ഭഗവാൻ അരുളി ചെയ്തവയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ ശ്ലോകത്തിൽ 207, 208 ഇനി കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഭക്തര് മോക്ഷമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ഒരേ ഒരു ആഗ്രഹം, ഭക്തരുടെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ സേവിക്കണമെന്ന് മാത്രം. അല്ലാതെ സാലോക്യമുക്തിയോ സാർഷ്ടിയോ സാമീപ്യ സാരൂപ്യ ഇതൊന്നും അവര് പ്രതീക്ഷിക്കുന്നില്ല. സായുജ്യം പിന്നെ ഡെഫിനറ്റ്ലി ഇല്ല. സായുജ്യം എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് അത് വരുന്നേ ഇല്ല, ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യം. സായുജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിക്കുന്ന പരിപാടിയാണ്. അത് മായാവാദികളും അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മവാദികളൊക്കെയാണ് അത് ആഗ്രഹിക്കുന്നത്. ലയിക്കുക എന്ന് പറയുന്നത്, ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുക. എങ്ങനെ പോയാലും ഭക്തരെ അത് എന്തായാലും ആഗ്രഹിക്കില്ല. പിന്നെയുള്ള 4 കാര്യങ്ങളും സാലോക്യ, സാമീപ്യ, സാഷ്ടി, സാരൂപ്യ ഇതുപോലും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഒരേ ഒരു ആഗ്രഹം എന്താണ്? സേവനം മാത്രം. സേവനം അത് നരകത്തിലാണെങ്കിലും കുഴപ്പമില്ല, അവർ റെഡിയാണ് ചെയ്യുക. ഈ മർത്യലോകത്തിൽ, ഈ ലോകത്തിൽ തന്നെ നിൽക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ഭഗവത് സേവനങ്ങൾ ചെയ്യാനുള്ള അവസരം ഭഗവാൻ തരുന്നു, സത്സംഗവും തരുന്നു. അത് മതി ഭക്തർക്ക്. എവിടെയാണോ ഭഗവത് സേവനം ഉള്ളത് അവിടെ ഭക്തരുണ്ട്. അവരുടെ ആഗ്രഹം അത് മാത്രമാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ കപിലദേവൻ പറയുന്നതും. കപിലദേവൻ പറയുന്നതാണ്, ഈ പറയുന്ന മുക്തിയിലൊന്നും ആർക്കും താല്പര്യമില്ല. അത് കൊടുത്താലും, വെറുതെ കൊടുത്താലും, വന്നോടും എടുത്തോടും എന്ന് പറഞ്ഞാലും വേണ്ട, ഞങ്ങൾക്ക് സേവനം മതി. അപ്പൊ സേവനം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിൽ ആവാം. നേരത്തെ പറഞ്ഞ പോലെ നരകത്തിലും ആവാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എക്സ്ട്രീം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും സേവനം ഉണ്ടെങ്കിൽ അതായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. എന്തിനേക്കാൾ കൂടുതൽ ഭഗവാനെ പോലെ രൂപം കിട്ടി അല്ലെങ്കിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മുക്തി, ഈ പറയുന്ന ടൈപ്പ് ഓഫ് മുക്തി. ഈ മുക്തി മാത്രമല്ല, ഈ മുക്തിയോടുകൂടി സേവനം ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. സേവനം എന്ന് പറയുന്നത് പറയാതെ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കാതെ ഈ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം,
ഭഗവാന്റെ ലോകത്തിൽ പ്രവേശിക്കണം, പ്രശ്നങ്ങളിൽ നിന്ന് മാറണം, അത്രേ. അല്ലെങ്കിൽ ഭഗവാനെ പോലെ സുന്ദരമായിട്ടുള്ള ഒരു രൂപം എനിക്കും വേണം. അതല്ല ഉദ്ദേശം. സേവനം ഇല്ലെങ്കിൽ, സേവനം എന്ന് പറയുന്ന എലമെന്റ് മാറ്റിക്കഴിഞ്ഞാണെങ്കിൽ ശുദ്ധഭക്തനെ സംബന്ധിച്ച് അവർക്കൊരു താല്പര്യമില്ല. മുക്തി എന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചൊല്ലുന്ന ശിഷ്യാഷ്ടകത്തിൽ തന്നെയുണ്ട് അത്, അല്ലെ? ന ധനം ന ജനം ന സുന്ദരിം കവിതാംബ ജഗദീശ കാമയെ. അപ്പോൾ ഈ പറയുന്ന ധനം ജനം സുന്ദരിയൊക്കെ ഇപ്പോൾ ഈ ലോകത്ത് ഉള്ളതാണ്. അതൊന്നും വേണ്ട. ഓഫ് കോഴ്സ് അത് ഡെഫിനറ്റ്ലി അത് വേണ്ട, താല്പര്യമില്ല. അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. മമ ജന്മനി ജന്മനീശ്വരെ ഭവതാ ഭക്തി റഹിതു വിത്വൈ. അപ്പൊ മമ ജന്മനി ജന്മനീശ്വരെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം വരുന്നത്? ഇനിയും ജന്മങ്ങൾ എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമേ അല്ല, അങ്ങയുടെ സേവനം മാത്രം മതി. സേവനം മാത്രം ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഇനിയും ഈ മർത്യലോകത്തിലോ വേറെ ലോകത്തിലോ താഴെയുള്ള ലോകത്തിലോ മുകളിലോ എവിടെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ സേവനം എനിക്ക് വേണം, സേവനം ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തർക്ക് അത് മാത്രമേ ആഗ്രഹമുള്ളൂ. എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭഗവാനെ സേവിക്കണമെന്ന്. അതാണ്. അടുത്ത ശ്ലോകം. മത്സേവയാ പ്രതിതം തേ മത്സേവയാ പ്രതിതം തേ സാലോക്യാതി ചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണ കുതോ ന്യത്കാല വിപ്ലുതം. അടുത്ത ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദ് കീ ജയ്. മത്സേവയാ പ്രതീതം തേ സാലോക്യാദി ചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണ കൂതോനൃത് കാല വിപ്ലുതം വിവർത്തനം. എന്റെ സേവനത്തിലൂടെ തങ്ങളുടെ ആഗ്രഹപൂർത്തി വരുത്തിയ എന്റെ ഭക്തന്മാർ അത്തരം സേവനത്താൽ അനായാസം ആർജിക്കാവുന്ന ചതുർവിധ മോക്ഷങ്ങൾ പോലും സ്വീകരിക്കുകയില്ല. അപ്പോൾ പിന്നെ കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും സുഖങ്ങൾ അവരെന്തിനെ സ്വീകരിക്കണം? ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 9.4.6.7 അംബരീഷ മഹാരാജാവിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെടുത്തി ഭഗവാൻ പറഞ്ഞതാണ്. പരമോന്നതന്റെ അസ്തിത്വത്തിൽ ലയിക്കുന്നത് സ്വർഗലോകങ്ങളിൽ വസിക്കുന്നത് പോലെ തന്നെ താൽക്കാലികമാണ്. രണ്ടും കാലത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അസ്ഥിരമായ സ്ഥാനങ്ങളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ ഒരു ശ്ലോകത്തിലും ഇത് തന്നെ കഴിഞ്ഞ ശ്ലോകത്തിലെ പോലെ മുക്തിയെ കുറിച്ച് പറയുന്നു. ഈ മുക്തിയൊന്നും ആർക്ക് താല്പര്യമില്ല? ഭക്തർക്ക് താല്പര്യമില്ല, അല്ലെ? അവർക്ക് സേവനം മാത്രമേ താല്പര്യമുള്ളൂ. മുക്തി വെറുതെ ലഭിക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ഇങ്ങനെയുള്ള ഭക്തർക്ക്. അതിന് മുക്തി, അതാണ് പറയുന്നത്. മുക്തി ദേവി വന്ന് നമ്മുടെ വാതിലിൽ മുട്ടും, എടുത്തോളൂ മുക്തി എന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് സേവനം മതി എന്നാണ് ഭക്തർ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നു, ഭാഗവതത്തിലെ 9-ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ശ്ലോകം ഇവിടെ പറയുന്നത് എന്താണ്? മുക്തി പോലും വേണ്ടാത്തവർക്ക് ഇനി ഭൗതിക ലോകത്തിലെ മറ്റുള്ള സുഖങ്ങൾ, ചപല സുഖങ്ങൾ, അല്ലെ? ഇപ്പോൾ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള സുഖങ്ങളിൽ ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നത്, മുക്തി പോലും വേണ്ടാത്തവര് ഇതിൽ വല്ല ആനന്ദം കണ്ടെത്തുവോ എന്നാണ് ചോദ്യം. അവർക്ക് എന്ത് താല്പര്യമുള്ളത് ഇവിടെയുള്ള കാര്യങ്ങൾക്ക്? ഭൗതിക ലോകത്തിലെ, അല്ലെ? ആധ്യാത്മ ലോകത്തിലേക്ക് പോകുന്ന കാര്യം, മുക്തിയെ കുറിച്ച് പറയുവാണ്. ഈ ഭൗതിക ലോകം വിട്ടു പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിനുപോലും താല്പര്യം ഇല്ലാത്തവര് ഇവിടെയുള്ള ചപ്പല സുഖങ്ങളുടെ പുറകിൽ ഓടുമോ? ഇല്ല. എന്ത് സുഖമാണ് അവർക്കുള്ളത്? ഒരു കാരണവശാലും അവർക്ക് ഒരു താല്പര്യമില്ല അതില്. അതാണ് പറയുന്നത് ശുദ്ധഭക്തർക്ക്. 209-ാമത്തെ ശ്ലോകം. കാമഗന്ധഹീന സ്വാഭാവിക ഗോപി പ്രേമ നിർമ്മല ഉജ്വല ശുദ്ധ ഏന ധക്ത ഹേമ. നല്ല ശ്ലോകം, വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കാമഗന്ധഹീന സ്വാഭാവിക ഗോപി പ്രേമ നിർമ്മല ഉജ്വല ശുദ്ധ ഏന ദഗ്ധ ഹേമ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭേ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോപികമാരുടെ സ്വാഭാവികമായ പ്രേമം കാമത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്തതാണ്. അത് ഉരുകിയ സ്വർണം പോലെ നിർമ്മലവും ഉജ്ജ്വലവും വിശുദ്ധവുമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗോപികമാരുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. സ്വാഭാവികമായിട്ടുള്ള സ്നേഹം, അതായത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന
പരിശുദ്ധ സ്നേഹം, പരിശുദ്ധ പ്രേമം. അവിടെ കാമത്തിനൊരു പ്രസക്തി ഇല്ല അല്ലെ. കാമഗന്ധഹീന, കാമം എന്ന് പറയുന്ന ആ നമ്മൾ പറയുന്ന ഇവിടെയുള്ള കാമത്തെ കുറിച്ച്, നമ്മുടെ ഭൗതിക ലോകത്തിൽ ഉള്ള ടൈപ്പ് ഓഫ് കാമം, അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലില്ല. കാമഗന്ധഹീന, അത് ഒട്ടുമില്ല. കാമത്തിന്റെ ഗന്ധം പോലും ഇല്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിർമ്മല, ഉജ്ജ്വല, ശുദ്ധ. എങ്ങനെ ശുദ്ധം എന്ന് പറഞ്ഞ ദഗ്ധ ഹേമ പോലെ നിർമ്മലമായിട്ടുള്ളത്, ഒരു 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 അതിൽ തെറ്റുകളൊന്നുമില്ലാത്തത്, മലമില്ലാത്തത്. മലം എന്ന് പറഞ്ഞെങ്കിൽ മോശമായിട്ടുള്ളത്, തെറ്റോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമില്ല. നിർമ്മലം, പരിശുദ്ധം. ഉജ്ജ്വലം, ഉജ്ജ്വലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലിക്കുന്നത്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളത്. പിന്നെന്താണ്? ശുദ്ധമായിട്ടുള്ളത്. എങ്ങനെ നിർമ്മലവും ഉജ്ജ്വലവും ശുദ്ധവും എങ്ങനെയുള്ളത്? എന്തായിട്ടാണ് ഉപമിക്കുന്നത്? ദഗ്ധഹേമ, അതായത് ഉരുകുന്ന സ്വർണവുമായിട്ട്. കാര്യം ഉരുക്കുമ്പോൾ അതിലുള്ള മാലിന്യങ്ങളെല്ലാം പോകുന്നു അല്ലെ. അത് പരിശുദ്ധമായിട്ടുള്ള സ്വർണമാണ്. അതേപോലെ ആയിരിക്കും നിർമ്മലമായിട്ടുള്ള, ഉജ്ജ്വലമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള പ്രേമമാണ്, സ്നേഹമാണ് ഗോപികമാർക്കുള്ളത്. അല്ലാതെ കാമത്തിന്റെ ഒരു ഗന്ധം പോലും അതിലില്ല. ഗന്ധം പോലുമില്ല, ചെറിയൊരു ഗന്ധം പോലുമില്ല. അതിമനോഹരം. ഇതാണ് ശരിയായിട്ടുള്ള, നമ്മൾ അതുകൊണ്ട് ശരിയായിട്ട് മനസ്സിലാക്കണം ഇതെല്ലാം. ഗോപികമാരുടെ പവിത്രമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, ഉജ്ജ്വലമായിട്ടുള്ള ഈ വാക്കുകളൊക്കെ ഓർക്കാം. എങ്ങനെയാണ് ഗോപി പ്രേമം, ഗോപികമാരുടെ സ്നേഹം എങ്ങനെയാണെന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, കാമഗന്ധവും ഇല്ല അതില്, കാമമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല അതിന്, ഗന്ധവും ഇല്ല, ഒന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള പ്രേമമാണ്, വളരെ നിർമ്മലമാണ്, ഉജ്ജ്വലമാണ്, ശുദ്ധമാണ്. ദഗ്ധഹേമ പോലെ, അല്ലെങ്കിൽ ഉരുക്കു സ്വർണം പോലെ അത്രയും പരിശുദ്ധമാണ്. കൃഷ്ണേര സഹായ ഗുരു ബാന്ധവ പ്രേയസി ഗോപിക ഹയേന പ്രിയ ശിഷ്യ സഖി ദാസി. 210 വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണേര സഹായ ഗുരു ബാന്ധവ പ്രേയസി ഗോപിക ഹയേന പ്രിയ ശിഷ്യ സഖി ദാസി. വിവർത്തനം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോപികമാർ ഭഗവാൻ കൃഷ്ണന്റെ സഹായികളും ഗുരുക്കന്മാരും സുഹൃത്തുക്കളും പത്നിമാരും പ്രിയ ശിഷ്യകളും സഖികളും വൃത്യകളുമാണ്. ഹരേ കൃഷ്ണ. ഗോപികമാര് ഭഗവാന്റെ കൃഷ്ണനെ സഹായിക്കുന്നവര്, കൃഷ്ണന്റെ രാധയും. അതേപോലെ ടീച്ചർ, സഹായികൾ, ഗുരു പോലെ, ബാന്ധവ സുഹൃത്തുക്കളെ പോലെ, പ്രേയസി ഭാര്യമാരെ പോലെ, അതേപോലെ തന്നെ ശിഷ്യരെ പോലെ, വളരെ പ്രിയപ്പെട്ട ശിഷ്യരെ പോലെ. അതേപോലെ തന്നെ സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹബന്ധമുള്ള, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധമുള്ളത്. ദാസിഭാവവും ദാസിത്വവും, ഇതെല്ലാം കാണാം. അതായത് എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതാണ് നമ്മൾ എപ്പോഴും പറയും, മാധുര്യ രസത്തിൽ അല്ലെ, ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, അതേപോലെ വാത്സല്യം, മാധുര്യം. അപ്പോൾ ശാസ്ത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ശാന്തരസത്തിൽ ശാന്തരസം മാത്രമാണ് ഉള്ളത്. എന്നാൽ അടുത്ത രസമായിട്ടുള്ള ദാസ്യരസത്തിൽ ദാസ്യരസമുണ്ട്, ശാന്തരസമുണ്ട്. ഇനി സഖ്യരസത്തിലേക്ക് പോകുമ്പോൾ അവിടെ ദാസരസവും ശാന്തരസവും വരുന്നു, സഖ്യരസവും ഉണ്ട്. ഇനി അടുത്ത വാത്സല്യരസത്തിൽ സഖ്യരസമുണ്ട്, ദാസ്യരസമുണ്ട്, ശാന്തരസമുണ്ട്. മാധുര്യരസത്തിൽ ബാക്കിയുള്ള 4 ഉണ്ട്, മാധുര്യരസമുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് മാധുര്യരസത്തിലെ, മാധുര്യഭാവത്തിലെ പ്രത്യേകത. അതുകൊണ്ട് അതിനെ ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്നു. നമുക്കത് കാണാൻ സാധിക്കും. കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലും, ഗോപികമാരുടെ ആണെങ്കിലും അല്ലെ, എല്ലാവിധ തരത്തിലും, ഈ പറയുന്ന എല്ലാ തരത്തിലും വാത്സല്യവും ഉണ്ട് അവിടെ. പലപ്പോഴും വാത്സല്യരസവും കാണാം നമുക്ക്. പിന്നെ ദാസ്യരസം ഡെഫിനറ്റ്ലി ഉണ്ട് അവിടെ.
സഖ്യരസമുണ്ട്. ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കും ചില സമയങ്ങളിൽ തല്ലുകൂടുന്നു, അടികൂടുന്നു, വാക്ക് തർക്കങ്ങൾ ചെയ്യുന്നു ലീലയുടെ ഭാഗമായിട്ട്. അങ്ങനെ എല്ലാം കാണാൻ സാധിക്കും. അതാണ് ഗോപികമാരുടെ സവിശേഷതകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ പറയുന്ന എല്ലാ ഭാവങ്ങളും ഉണ്ട് അവരുടെ പ്രേമത്തിൽ, അവരുടെ സ്നേഹബന്ധങ്ങൾക്ക് അതാണ് പറയുന്നത്. ഓക്കെ, അതിമനോഹരമാണ്. 209 210 നമ്മൾ ചെയ്തു. ഇനി 210. ഓക്കെ, 211. സഹായ ഗുരവ ശിഷ്യ ഭുജിഷ്യ ബാന്ധവാ സ്ത്രിയ സത്യം വദാമി തേ പാർത്ഥ ഗോപ്യാ കിം മേ ഭവന്തി ന. സഹായ ഗുരവ ശിഷ്യ ഭുജിഷ്യ ബാന്ധവാ സ്ത്രിയ സത്യം വദാമി തേ പാർത്ഥ ഗോപ്യാ കിം മേ ഭവന്തി ന. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഹായ ഗുരുവ ശിഷ്യ പൂജിഷ്യ ബാന്ധവാ സ്ത്രിയ സത്യം വദാമി തേ പാർത്ഥ ഗോപ്യാ കിം മേ ഭവന്തി ന. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ പാർത്ഥ, ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത്. ഗോപികമാർ എനിക്ക് സഹായികളും ഗുരുക്കന്മാരും ശിഷ്യകളും ഭൃത്യരും സുഹൃത്തുക്കളും പത്നിമാരുമാണ്. അവർ എനിക്ക് എന്താണല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഭാവാർത്ഥം. ഈ ശ്ലോകം ഗോപി പ്രേമാമൃതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ പറയപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ. ഗോപി പ്രേമാമൃതം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എവിടെ നിന്നൊക്കെയാണ് റെഫറൻസ് കൊണ്ടുവരുന്നു നോക്കൂ. അദ്ദേഹം എത്ര വലിയ സ്കോളർ ആണെന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ സാധിക്കുന്നു അദ്ദേഹത്തിന്? 95-ാം വയസ്സില് ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതുമ്പോൾ കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിലെ, ഇനി നമ്മൾ കാണും മുന്നോട്ട്, ഇത് ഞാനല്ല എഴുതുന്നത്, മഹാപ്രഭു നേരിട്ട് വന്ന് എഴുതുവാണ്, കൃഷ്ണൻ നേരിട്ട് വന്ന് എഴുതുവാണ് എന്നുള്ളത്. രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയുടെയും രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെയും എല്ലാവരുടെയും അനുഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നു, ഓ പാർത്ഥ, കൃഷ്ണൻ അർജുനോട് പറയുന്നു, ഞാൻ സത്യം പറയുന്നു. എന്താണ് സത്യം? ഗോപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നേരത്തെ ശ്ലോകത്തിലുള്ള പോലെ സഹായികളാണ്, ഗുരുക്കളെ പോലെയാണ്, ടീച്ചറെ പോലെയാണ്, അതേപോലെ ശിഷ്യരെ പോലെയാണ്, ചില സമയങ്ങളിൽ സേവകരെ പോലെയാണ്, സുഹൃത്തുക്കളെ പോലെയാണ്, ചിലപ്പോൾ ഭാര്യമാരെ പോലെ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയൊക്കെ, അതായത് എല്ലാ തരത്തിലും എല്ലാ റിലേഷൻസും ഉണ്ട് അവർക്ക് കൃഷ്ണനോട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എന്ത് തരത്തിലാണോ അവർക്ക് സ്നേഹം അല്ലെങ്കിൽ ബന്ധമില്ലാത്തത്, അതായത് എന്നോട് തോന്നുന്നത്, അവർക്ക് ഈ പറയുന്ന എല്ലാ ഭാവങ്ങളും അവർക്കുണ്ട്, ഒരു ഭാവവും ഇല്ലാത്തതില്ല. അതുകൊണ്ട് കൃഷ്ണൻ തന്നെ പറയുകയാണ്, എനിക്കറിയില്ല എന്താണ് അവർക്ക് ഇല്ലാത്തത് എന്നോട്. എല്ലാ തരത്തിലും അവര് എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ അവരുടെ ആ സ്വാഭാവികമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ഭാവത്തിലും വരുന്നു, ഈ പറയുന്ന ഭാവത്തിൽ, അല്ലെ? ഈ പറയുന്ന സഹായി, ഗുരു, ശിഷ്യ, അതേപോലെ സെർവന്റ്, സേവിക്കുന്നവര്, ഭാര്യ, അതേപോലെ സുഹൃത്തുക്കൾ, എല്ലാ ഭാവങ്ങളും വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്നു അവരുടെ സ്നേഹത്തിൽ, പ്രേമത്തിൽ. അതാണ് കൃഷ്ണൻ തന്നെ പറയുന്നത്, അവർക്ക് ഇല്ലാത്തതായിട്ടുള്ള ഭാവങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും. എനിക്കറിയില്ല എന്ന് കൃഷ്ണൻ പറയുന്നത്. 212. ഗോപിക ജാനേന കൃഷ്ണേര മനേര വഞ്ചിത പ്രേമ സേവ പരിപാടി ഇഷ്ടസമിഹിത. ഗോപിക ജാനേന കൃഷ്ണേര മനേര വഞ്ചിത പ്രേമ സേവ പരിപാടി ഇഷ്ടസമിഹിത. ഹരേ കൃഷ്ണ. ഗോപികാ ജാനേന കൃഷ്ണേര മനേര വാഞ്ചിത പ്രേമ സേവാ പരിപാടി കൃഷ്ണ സാമിഹിത. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോപികമാർക്ക് കൃഷ്ണന്റെ ഇച്ഛകൾ അറിയാം. അവിടുത്തെ സന്തോഷത്തിന് വേണ്ടി പ്രേമഭരിത സേവനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും അവർക്കറിയാം. അവർ അവരുടെ പ്രിയതമന്റെ സംതൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ സേവനം വിദഗ്ധമായി നിർവഹിക്കുന്നു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഗോപികമാർക്ക് അറിയാം കൃഷ്ണൻ എന്താണ് ആഗ്രഹിക്കുന്നത്, കൃഷ്ണന്റെ ആഗ്രഹം എന്താണ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് കൂടുതൽ ആനന്ദം കിട്ടുന്നത്, അത് ഗോപികമാർക്ക് അറിയാം. അതനുസരിച്ചിട്ട് അവര് കൃഷ്ണന്റെ ആനന്ദം, അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വളരെ വിശദമായിട്ട് തന്നെ ഒരുപാട് ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. എന്താണ് ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സന്തോഷവും ആനന്ദവും മാത്രമേ ഗോപികമാർക്കുള്ളൂ, അവരുടെ ചിന്തയിലുള്ളൂ. അല്ലാതെ അവരവരുടെ ആനന്ദമോ അവരവരുടെ സന്തോഷമോ അവരവരുടെ സൗകര്യമോ ഫെസിലിറ്റീസോ ഒന്നും തന്നെ അവർക്ക് വിഷയമല്ല. ഒന്നും തന്നെ വിഷയമല്ല. ഒരു ബാധയുമില്ല അവരുടെ സ്നേഹത്തിന്. അതായത് എക്സ്റ്റേണലി ബാധകൾ ഉണ്ടാവും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിർമ്മലമായിട്ടുള്ള ശുദ്ധ പ്രേമം, കൃഷ്ണ സ്നേഹം, ആ ഒരു ഭക്തിക്ക് ഒന്നിനും ഒരു തടസ്സവും നിൽക്കാൻ സാധിക്കില്ല. കാര്യം അവരുടെ മനസ്സിനെ പിടിച്ചു കിട്ടാൻ ആർക്കെങ്കിലും സാധിക്കില്ല. അവരെ ഫിസിക്കലി വേണമെങ്കിൽ കൃഷ്ണന്റെ അടുത്ത് പോവാതിരിക്കാൻ പിടിച്ചു കെട്ടാൻ സാധിക്കുമായിരിക്കാം, പക്ഷെ മനസ്സിനെ എങ്ങനെ പിടിക്കാൻ സാധിക്കുന്നതല്ല. അല്ലെ, അവര് പരിശുദ്ധമായിട്ടുള്ള സ്നേഹം, പ്രേമമാണ് അവർക്കുള്ളത്. അത് കൃഷ്ണന്റെ സന്തോഷം, അവനവന്റെ സന്തോഷവും അവനവന്റെ ആനന്ദവും അവിടെ പ്രസക്തിയില്ല. അതാണ് സെൽഫ്ലെസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൽഫിഷ് ലവ് എങ്ങനെയാണ്? നമ്മൾ ആനന്ദം, അല്ലെങ്കിൽ നമ്മൾ അതിൽ സുഖം കണ്ടെത്തുമ്പോഴാണ് സെൽഫിഷ് ലവ്. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിലെ, നമ്മുടെ ഈ ലോകത്തിലെ ഒരു പുരുഷനും സ്ത്രീകളുടെ ബന്ധമാണെങ്കിലും മറ്റുള്ള എന്ത് റിലേഷൻ ആണെങ്കിലും അവിടെ എല്ലായിടത്തും സെൽഫിഷ്നെസ് ആണ്. അവനവന്റെ സുഖവും അവനവന്റെ സന്തോഷവും അതിൽ ഉണ്ട്. അതാണ് മെയിൻ കാര്യം. അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷ സുഖമല്ല, അവനവന്റെ ആസ്വാദനം. എല്ലാ മേഖലകളിലും, എല്ലാ ബന്ധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും സെൽഫിഷ് ലവ്. അതിന് സെൽഫിഷ് ലവ് എന്ന് വിളിക്കും. എന്നാൽ വ്രജവാസികൾക്കുള്ളത് സെൽഫ്ലെസ് ലവ് ആണ്. അതിൽ എല്ലാ വ്രജവാസികളുടെയും അങ്ങനെ തന്നെയാണ്. ഏത് ഭാവത്തിലുള്ള വ്രജവാസി, വൃന്ദാവനവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് പരിശുദ്ധമായിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള ഈ പറയുന്ന സെൽഫ്ലെസ് ലവ് ആണ് ഉള്ളത്. ഭൗതിക ലോകത്തിൽ അതിന്റെ നേരെ തലതിരിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. യെസ്, അപ്പൊ അവരുടെ ഒരേ ഒരു ചിന്ത, അവരുടെ ഒരേ ഒരു ആഗ്രഹം ഗോപികമാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സന്തോഷം മാത്രമാണ്. അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം 213. മന്മാഹാത്മ്യം മത്സപര്യാം മശ്രദ്ധാം മനോഗതം ജാനന്തി ഗോപികാ പാർത്ഥ നാന്യേ ജാനന്തി തത്വതഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്മാഹാത്മ്യം മത്സപര്യാം മത്ശ്രദ്ധാം മന്മനോഗതം ജാനന്തി ഗോപികാ പാർത്ഥ നാന്യേ ജാനന്തി തത്വതഃ. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോപികമാർക്ക് എന്റെ മാഹാത്മ്യവും സേവനവും മനോഗതവും എന്നെ ബഹുമാനിക്കാനും അറിയാം. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ അവ അറിയാൻ കഴിയില്ല. ഭാവാർത്ഥം. ഈ ശ്ലോകം ആദിപുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ. ആദിപുരാണം വേറെ പുരാണമാണ്, ശ്രീല വ്യാസദേവൻ എഴുതിയിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നു. എന്താണ് പറയുന്നത്? പാർത്ഥ, ഈ ഗോപികമാർക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഞാൻ ആരാണെന്നറിയാം, അല്ലെങ്കിൽ എന്റെ എങ്ങനെ സേവനം ചെയ്യണമെന്നറിയാം. അവർക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. കൃഷ്ണന്റെ ചിന്തകൾ എങ്ങനെയാണെന്ന് പോലും ഗോപികമാർക്ക് അറിയാമെന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, ആഗ്രഹം, അത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതനുസരിച്ചിട്ടാണ് ഇവര് സേവനം ചെയ്യുന്നത്, അല്ലെ? അതാണ് പറയുന്നത് കൃഷ്ണന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടം, അല്ലെ? സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാന്റെ പ്ലഷറിന് വേണ്ടിയിട്ടായിരിക്കണം സർവീസ് എന്ന് പറയുന്നത്. അത് അല്ലെ, നമ്മൾ സാധാരണഗതിയിൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അറിയാം അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടും. ഇഷ്ടപ്പെടാത്തത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, ചില കാര്യങ്ങള് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ മുമ്പിൽ ചെയ്യില്ലായിരിക്കും, പുറകിൽ ചെയ്യുന്നുണ്ടാവും. എന്നുവെച്ചാൽ മുമ്പിൽ ചെയ്യില്ല, കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അറിയുന്നുണ്ടാവും. ഇഷ്ടമുള്ളതും അതേപോലെ തന്നെ. എന്നാൽ ഇതൊക്കെ ഇവിടെയുള്ള കാര്യങ്ങൾ. എന്നാൽ അവിടെ ആധ്യാത്മിക ലോകത്തിൽ, ഗോലോക വൃന്ദാവനത്തിൽ
ഗോപികമാർക്ക് എല്ലാം അറിയാം കൃഷ്ണൻ എന്താണ് ചിന്തിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യും. കൃഷ്ണൻ അവിടെ ഒരു നിമിഷം പോലും, അതായത് എപ്പോഴും എല്ലാ സമയവും ഗോപികമാരുടെ സേവനം, എന്ത് സേവനമാണെങ്കിലും, എന്ത് സേവനങ്ങളായിക്കോട്ടെ, ഏത് ഭാവത്തിലായിക്കോട്ടെ കുഴപ്പമില്ല, കൃഷ്ണൻ അതിൽ പൂർണ്ണമായിട്ടും ആനന്ദം കാണുന്നു. കാര്യം കൃഷ്ണൻ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലാണ് അവരുടെ സേവനങ്ങൾ. ചിലപ്പോഴൊക്കെ നമ്മളും പറയുമല്ലേ, ഓ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ കൂടുതൽ നല്ലത് സംഭവിച്ചു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നടന്നത്. പക്ഷെ നമ്മൾ പറയും ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി, ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്ന പോലെ ഗോപികമാർക്ക് കൃഷ്ണൻ അറിയാം ഗോപികമാരുടെ സ്നേഹം പൂർണ്ണമായിട്ടും. അപ്പോൾ കൃഷ്ണൻ പോലും പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതലാണ് ഗോപികമാർ തരുന്ന സ്നേഹം. അതുകൊണ്ടാണ് കൃഷ്ണൻ പലപ്പോഴും പറയുന്നത്, ഓഹോ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല, ബാക്കി എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട്, ബാക്കി എല്ലാ രസങ്ങളിലും, അല്ലെങ്കിൽ ബാക്കിയെല്ലാ അദ്ദേഹത്തിന്റെ ഇപ്പൊ വാത്സല്യരസമാണെങ്കിലും മറ്റുള്ള സഖ്യരസമാണെങ്കിലും അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ കൃഷ്ണൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ വ്രജവാസികൾക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിൽ വെച്ച് ഗോപികമാരുടെ കാര്യം, രാധാറാണിയുടെ കാര്യം ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. എങ്ങനെ സാധിക്കുന്നു? കാര്യം അത്രയും പരിശുദ്ധവും നിർമ്മലവും ആയിട്ടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ കൃഷ്ണൻ തന്നെ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. എനിക്കറിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലെ ഗോപിഗീതം കഴിഞ്ഞ കൃഷ്ണൻ പറയുന്നത്, എനിക്ക് അറിയില്ല ഇത് എങ്ങനെ തിരിച്ചു തരണമെന്നുള്ളത് എന്ന്. അതാണ് 214 സെയ് ഗോപി ഗണമധ്യേ ഉത്തമ രാധിക രൂപേ ഗുണേ സൗഭാഗ്യേ പ്രേമേ സർവാധിക. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സേയ് ഗോപീഗണ മധ്യേ ഉത്തമാരാധിക രൂപേ ഗുണേ സൗഭാഗ്യേ പ്രേമേ സർവാധിക. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോപികമാർക്കിടയിൽ ശ്രീമതി രാധികയാണ് അഗ്രഗണ്യ. അവൾ സൗന്ദര്യത്തിലും സദ്ഗുണത്തിലും സൗഭാഗ്യത്തിലും സർവോപരി പ്രേമത്തിലും മറ്റെല്ലാവരെയും അതിക്രമിക്കുന്നു. ഭാവാർത്ഥം. എല്ലാ ഗോപികമാരിലും വെച്ച് ശ്രീമതി രാധാറാണിയാണ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റ് ഫ്ലക്ച്വേഷൻ ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു. കേൾക്കാം. ഈ ശ്ലോകത്തിൽ പറയുന്നു ഗോപികമാരിൽ വെച്ച് ഗോപിക ചൂടാമണി ആണ് ആര്? ശ്രീമതി രാധിക, ശ്രീമതി രാധാറാണി. ഗോപിഗണ മധ്യേ, അതായത് ഗോപിഗണങ്ങളിൽ ഗോപികമാരിൽ വെച്ച് ഉത്തമ അല്ലെങ്കിൽ ചൂടാമണി ആരാണ്? രാധിക, ശ്രീമതി രാധാറാണി. ഇനി ശ്രീമതി രാധാറാണിയുടെ കാര്യമാണെങ്കിലും രൂപമാണെങ്കിലും ഗുണമാണെങ്കിലും സൗഭാഗ്യമാണെങ്കിലും പ്രേമമാണെങ്കിലും എല്ലാം സർവ അധികം, എല്ലാവരേക്കാൾ കൂടുതൽ. രൂപം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ഗുണങ്ങൾ, ക്വാളിറ്റീസ്. സൗഭാഗ്യം, ഭാഗ്യം എന്ന് പറയുന്നത് പ്രേമം, സ്നേഹം, ഭക്തി, പ്രേമം, സർവ അധിക. ഇതെല്ലാം രൂപം, ഗുണം, സൗഭാഗ്യ, പ്രേമം എല്ലാം ഇത് സർവ അധികം, എല്ലാവരേക്കാൾ കൂടുതലാണ് ശ്രീമതി രാധാറാണിക്ക് ഉള്ളത്. കൃഷ്ണൻ, അതുകൊണ്ടാണ് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത വ്യക്തി ആരാണ്? ശ്രീമതി രാധാറാണി. രാധാറാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരെല്ലാവരും, അതിനൊരു സംശയവുമില്ല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയുമില്ല. കൃഷ്ണ പ്രേമമയി രാധ, രാധാ പ്രേമമയോ ഹരി, ജീവനേ നിധനേ നിത്യം രാധാ കൃഷ്ണ ഗതിർമമ. കൃഷ്ണസ്യ ദ്രവിണം രാധ, രാധായാ ദ്രവിണം ഹരി, ജീവനേ നിധനേ നിത്യം രാധാ കൃഷ്ണ ഗതിർമമ. അല്ലെ, കൃഷ്ണനില്ലാതെ രാധ പ്രേമമാണ് കൃഷ്ണനിലുള്ളത്, കൃഷ്ണപ്രേമമാണ് രാധയിലുള്ളത്. രണ്ടുപേരും അലിയുന്നു. കൃഷ്ണന്റെ ഹൃദയത്തിൽ രാധാറാണി, രാധാറാണിയുടെ ഹൃദയത്തിൽ കൃഷ്ണൻ.
കൃഷ്ണ ചിത്തസ്ഥിത രാധ, രാധ ചിത്തസ്ഥിതോ ഹരി. ചിത്തത്തില് രാധയുടെ ചിത്തത്തിൽ കൃഷ്ണൻ, കൃഷ്ണന്റെ ചിത്തത്തിൽ രാധ മാത്രം. ആ രാധാകൃഷ്ണനാണ് ഗതിർ, എന്റെ ലക്ഷ്യം. രാധാകൃഷ്ണ സേവ പാവോ ഹേ അഭിലാഷി. അതാണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹം. ഈ അടുത്ത ശ്ലോകം അതിമനോഹരമായിട്ടുള്ള ശ്ലോകം പത്മപുരാണത്തിൽ നിന്നുള്ളത് 215. യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യാ കുണ്ഡം പ്രിയം തഥാ സർവഗോപീഷു സൈവൈക വിഷ്ണുർ അത്യന്ത വല്ലഭ. യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യാ കുണ്ഡം പ്രിയം തഥാ സർവഗോപീഷു സൈവൈക്യ വിഷ്ണുർ അത്യന്ത വല്ലഭ. ഹരേ കൃഷ്ണ. യഥാ രാധാ പ്രിയ വിഷ്ണോസ്തസ്യാ കുണ്ഡം പ്രിയം തഥാ സർവഗോപീഷു സൈവൈക്യ വിഷ്ണുരത്യന്ത വല്ലഭ. വിവർത്തനം. ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാന് രാധാറാണി എപ്രകാരം പ്രിയമോ അപ്രകാരം തന്നെ പ്രിയപ്പെട്ടതാണ് ഭഗവാന് അവളുടെ സ്നാനസ്ഥലമായ രാധാകുണ്ഡം. എല്ലാ ഗോപികളിലും വെച്ച് രാധാറാണി മാത്രമാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവൾ. ഈ ശ്ലോകം ഭാവാർത്ഥം. ഈ ശ്ലോകം പത്മപുരാണത്തിൽ നിന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. യഥാ രാധാ പ്രിയ വിഷ്ണു. വിഷ്ണു എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണന് വിഷ്ണു എന്നുള്ളൊരു പേരുണ്ട് കേട്ടോ. കൃഷ്ണന് എല്ലാവരുടെ പേരും കൃഷ്ണനുണ്ട് അല്ലെ. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്ണു ആണോ കൃഷ്ണനാണോ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൃഷ്ണന് വിഷ്ണു എന്ന് പറയുന്ന പേരുമുണ്ട്. അങ്ങനെയും നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഇപ്പൊ തുളസി ആരതി ചെയ്യുകയാണെങ്കിൽ വൃന്ദായ തുളസി ദേവിയായേ പ്രിയായേ കേശവസ്യ വിഷ്ണു ഭക്തി പ്രദേ ദേവി സത്യവതേ നമോ നമഃ. ചിലവര് അങ്ങനെ ചൊല്ലും. ചിലവര് പറയും വൃന്ദായ തുളസി ദേവിയായ പ്രിയായ കേശവസ്യ കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവതേ നമോ നമഃ. രണ്ടും തെറ്റല്ല, രണ്ടും ശരിയാണ്. എഴുതിയിട്ടുള്ളത് ശ്ലോകത്തിൽ ശാസ്ത്രത്തിൽ പറയുന്നത് വിഷ്ണു എന്നാണ്. പക്ഷെ ആ വിഷ്ണു നമ്മുടെ കൃഷ്ണൻ തന്നെയാണ്, അതിൽ സംശയമില്ല. കാര്യം കൃഷ്ണന് വിഷ്ണു എന്ന് പറയുന്ന പേരുണ്ട്. എല്ലാ പേരും അദ്ദേഹത്തിന് ഉണ്ട്. കാര്യം പരമദിവ്യോത്തമ പുരുഷനാണ് അദ്ദേഹമാണ് എല്ലാത്തിന്റെയും ആയിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹത്തെ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഈ പറയുന്ന താഴെ വരുന്ന വിസ്തരണങ്ങളെ എല്ലാ പേരും വെച്ച് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാം, തെറ്റില്ല അല്ലെ. അതുകൊണ്ടാണ് ജയദേവ് ഗോസ്വാമി പറയുന്നതും കേശവധൃത നരഹരി രൂപ. കേശവൻ നരഹരിയായിട്ട് വരുന്നു, കേശവരൂപ കേശവൻ. അതേപോലെ കേശവനിൽ നിന്ന് വാമനൻ വരുന്നു, വരാഹൻ വരുന്നു, നരസിംഹൻ വരുന്നു, വിഷ്ണു വരുന്നു. എല്ലാവരും വിഷ്ണു എന്ന് ഇവിടെ കൃഷ്ണനെയാണ് വിളിക്കുന്നത്. പിന്നെ രാധാ പ്രിയ വിഷ്ണു. രാധയും നമ്മൾ ഉദ്ദേശിക്കുന്ന വൈകുണ്ഠത്തിലെ വിഷ്ണു തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനെയാണെന്നുള്ളത് ഒരു സംശയമില്ല. വൃന്ദാവനത്തിലെ നമ്മുടെ വ്രജേന്ദ്ര നന്ദൻ ശ്യാമസുന്ദരൻ കൃഷ്ണൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യ കുണ്ഡം പ്രിയം തഥാ. എത്രമാത്രം സ്നേഹമുണ്ടോ കൃഷ്ണ രാധയോട്, അത്രമാത്രം തന്നെ. തസ്യ യഥ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ടോ, അല്ലെങ്കിൽ എത്ര രാധയ്ക്ക്, ശ്രീമതി രാധാറാണിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ കൃഷ്ണൻ, അതേപോലെ തന്നെയാണ് കൃഷ്ണന് തസ്യ കുണ്ഡം പ്രിയം തഥാ. രാധാറാണിയോടുള്ള സ്നേഹം പോലെ തന്നെയാണ് കൃഷ്ണന് രാധാകുണ്ടിനോടുമുള്ളത്. തസ്യ കുണ്ഡം, ഇവിടെ പറയുന്ന കുണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകുണ്ടാണ്. രാധാകുണ്ടും ഭഗവാൻ വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു വ്യത്യാസവും ഇല്ല. കൃഷ്ണനെ സംബന്ധിച്ച് രാധാകുണ്ടും ഒരേപോലെയാ. എന്നിട്ട് എന്താ പറയുക, സർവഗോപേഷു സൈവൈക്യ വിഷ്ണുർ അത്യന്ത വല്ലഭ. രാധാറാണിയുടെ ഒരു പൊസിഷനെ കുറിച്ച് പറയുന്നു. രാധാറാണിയെ പോലെ ആരും ഇല്ല അല്ലെ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു രാധാകുണ്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ശ്ലോകം. കസ്മാത് വൃന്ദേ പ്രിയ സഖി ഹരേ പാദമൂലോ കുതൗസോ കുണ്ഠാരണ്യേ കിമുഃ കുരുതേ നൃത്യ ശിക്ഷാം ഗുരുകാ തം മൂർത്തി
പ്രതിതരുലതാം ദിഗ്വിദിക്ഷു സ്ഫുരന്തി ശൈലോ ശിവാ ഭ്രമതി പരിതോ നർത്തയന്തി സ്വപശ്ചാത്. അതിമനോഹരമായിട്ടുള്ള ലീലയാണ് രാധാകുണ്ടിനെ കുറിച്ച്. നമ്മൾ അന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ശ്ലോകം ഈ ഒരു അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. 125-ാമത്തെ ശ്ലോകവും മറ്റും അതിമനോഹരമാണ്. വൃന്ദാദേവിയും ശ്രീമതി രാധാറാണിയും തമ്മിലുള്ള കോൺവെർസേഷൻ, കൃഷ്ണനെ കുറിച്ച് പറയുന്നത് രാധാകുണ്ടിൽ വെച്ച്. ഓക്കെ, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു രംഗമാണത്. എനിവേസ് 216 ഒരു ശ്ലോകം കൂടെ നോക്കാം. ത്രൈലോകേ പൃഥ്വിധന്യ യത്ര വൃന്ദാവനം പുരി തത്രാപി ഗോപികാ പാർത്ഥ യത്ര രാധാഭിധാമമ. ത്രൈലോകേ പൃഥ്വിധന്യ യത്ര വൃന്ദാവനം പുരി തത്രാപി ഗോപികാ പാർത്ഥ യത്ര രാധാഭിധാമമ. ആദിപുരാണം വീണ്ടും. യെസ്. ഹരേ കൃഷ്ണ. ത്രൈലോക്യേ പൃഥിവീ ധന്യ യത്ര വൃന്ദാവനം പുരി തത്രാപി ഗോപികാ പാർത്ഥ യത്ര രാധാഭിധാമമ. വിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ത്രിലോകങ്ങളിലും വെച്ച് ഈ ഭൂമിയാണ് ഏറ്റവും സൗഭാഗ്യമുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലാണ് വൃന്ദാവനപുരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഗോപികമാർ വിശേഷാൽ മഹത്വമുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്കിടയിലാണ് എന്റെ രാധാറാണി ഉള്ളത്. ഭാവാർത്ഥം. ആദിപുരാണത്തിൽ നിന്നുള്ള ഈ ശ്ലോകം ശ്രീകൃഷ്ണനാൽ അർജുനനോട് പറയപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ. നമ്മൾ വിചാരിക്കും കൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നത്. അഹം സർവസ്യ പ്രഭോ മതഃ സർവം പ്രവർത്തതേ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഭഗവാനാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതഃ പരതരം ഞാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം മിതം പ്രോത്തു സൂത്രേ മണിഗണേവ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ ഒരുപാട് പറഞ്ഞു, ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളും സീക്രട്ട് ആയിട്ടുള്ളതും അർജുനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആദിപുരാണത്തിലെ ഈ സെക്ഷനിൽ നമുക്ക് കാണാം, രാധാറാണിയെ കുറിച്ച് പറയുവാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടോ രാധാറാണിയെ കുറിച്ച്? ഇല്ല അല്ലെ. എന്നാൽ ഇവിടെ അർജുനനോട് പറയുന്നത് കാണാം നമുക്ക് രാധയെ കുറിച്ച്. അപ്പോൾ കൃഷ്ണന്റെ ഹൃദയത്തിൽ രാധയാണ് ഉള്ളത് എന്നുള്ളത്. രാധയും ഗോപികമാരും വൃന്ദാവനത്തിലെ വ്രജവാസികളുമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവനും എന്നുള്ളത് അർജുനനോട് പറയുവാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നു അതായത് 3 ലോകങ്ങളിൽ വെച്ച് നമ്മൾ ഈ ലോകത്തെ, ഈ ഒരു ബ്രഹ്മാണ്ടത്തെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ത്രൈലോക്യ എന്ന്. അതായത് 3 ലോകം, ഉപരിലോകം, താഴെയുള്ള ലോകം, നമ്മൾ നടുക്കുള്ള ലോകം അല്ലെ. ജനറൽ ആയിട്ട് പറയുന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പൊ ത്രൈലോകങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന 3 ലോകങ്ങളിലും ഇല്ല. 3 ലോകങ്ങളിലും ഇങ്ങനെ ഒരു സ്ഥലമില്ല. ത്രൈലോക്യ പൃഥ്വി ധന്യമായിട്ടുള്ള സ്ഥലമില്ല. ഏതുപോലെ? എത്ര വൃന്ദാവനം പുരി, നമ്മുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായിട്ടുള്ള ശ്രീ വൃന്ദാവൻ ധാം, വൃന്ദാവനം പോലെയുള്ള ഒരു സ്ഥലവും 3 ലോകങ്ങളിലുമില്ല. എന്തിനു പറയുന്ന 3 ലോകങ്ങൾ? അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ എടുക്കൂ, എവിടെയും ഇല്ല. പോട്ടെ, അത് മാറ്റൂ. ഇനി ആധ്യാത്മിക ലോകം എടുക്കൂ, വൈകുണ്ഠം എടുക്കൂ. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അയോധ്യ എടുക്കൂ, അതിനപ്പുറത്ത് വേറെ ഏതാണെങ്കിലും, ദ്വാരകാപുരി ആണെങ്കിലും, മധുരാപുരി ആണെങ്കിലും, ജഗന്നാഥപുരി ആണെങ്കിലും, മായാപൂറും നവദ്വീപും വരുന്നത് വൃന്ദാവനത്തിൽ. നവദ്വീപും മായാപൂറും വരുന്നത് വൃന്ദാവനത്തിൽ തന്നെയാണ്. ഗോലോക വൃന്ദാവനത്തിന്റെ ഭാഗമാണ്. കാര്യം മഹാപ്രഭുവിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. മഹാപ്രഭുവും വൃന്ദാവനവും അല്ലെങ്കിൽ നവദ്വീപും വൃന്ദാവനവും തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയാണ്. രണ്ടും ഒന്നാണ് ശരിക്കും. പക്ഷെ 2 ഭാവങ്ങൾ മാത്രമാണെന്ന് മാത്രം ഒരു വ്യത്യാസമുള്ളൂ. മഹാപ്രഭുവിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുമോ? ഇല്ല.
കാര്യം രാധാകൃഷ്ണനാണ് മഹാപ്രഭു. സോ അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ലെവലിൽ വരുന്നു. എന്നാലും അവിടെയും നമ്മുടെ കൃഷ്ണന്റെ ഈ മാധുര്യ ലീലകളൊക്കെ നടന്നിട്ടുള്ളത് സ്പെസിഫിക്കലി വൃന്ദാവനത്തിലാണ് അല്ലെ. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. എത്ര വൃന്ദാവനം പുരി, വൃന്ദാവനം പോലെ വേറെ സ്ഥലമില്ല. ഇനി അതേപോലെ തന്നെയാണ് ഇപ്പൊ വൃന്ദാവനത്തെ പോലെ എവിടെയും സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ 3 ലോകങ്ങളിലും ഇല്ല. അതേപോലെ തന്നെ തത്രാപി ഗോപിക പാർത്ഥ, അതേപോലെ തന്നെ ഗോപികമാരിൽ വെച്ച് എത്ര രാധാപിത, രാധാറാണിയെ പോലെ വേറെ ആരുമില്ല. കൃഷ്ണൻ എന്താണ് പറയുന്നത്? ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചൂടെ ശ്ലോകത്തിൽ, എത്ര രാധാപിത മമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാധാറാണിയെ പോലെ വേറെ ആരുമില്ല. അവസാനം ഒരു മമ കാണുന്നു ശ്ലോകത്തിൽ. കൃഷ്ണൻ പറയുന്നത് എന്റെ രാധാറാണിയെ പോലെ, ഗോപികമാരിൽ വെച്ച് എന്റെ രാധാറാണിയെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അതേപോലെ രാധാറാണിയുടെ മാത്രമാണ് കൃഷ്ണൻ. എന്നാൽ ശരിക്കും അങ്ങനെയാണ്. പക്ഷെ രാധാറാണിയുടെ മഹാകാരുണ്യമാണ് രാധാറാണിയുടെ കൃഷ്ണനെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ കൃഷ്ണന്റെ സ്വന്തമാണ് രാധ. ആ രാധാറാണിയെ നമുക്കും ഷെയർ ചെയ്യുന്നു. ആര്? കൃഷ്ണൻ. അവരുടെ കാരുണ്യം കൊണ്ട് അതിമനോഹരം. അതുകൊണ്ടാണ് ജീവനെ നിധനെ നിത്യം രാധാകൃഷ്ണ ഗതിർമമ. 217 ഒരു ശ്ലോകം കൂടെ. രാധ, എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. രാധാ സഹ ക്രീഡരസ വ്രീഡിര കരണ ആരസപ ഗോപിഗണ രസോപാകരണ. യെസ്, താങ്ക് യു. ഹരേ കൃഷ്ണ. രാധാ സഹ ക്രീഡാരസ കണ്ടിന്യൂ. ക്രീഡാരസ വൃത്തിര കരണ അരസഭ ഗോപിഗണ രസോപകരണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. രാധാറാണിക്കൊപ്പമുള്ള കൃഷ്ണന്റെ ലീലകളുടെ ആനന്ദം വർദ്ധിപ്പിക്കുവാൻ മറ്റെല്ലാ ഗോപികമാരും സഹായിക്കുന്നു. അവരുടെ പരസ്പരാസ്വാദനത്തിനുള്ള ഉപകരണങ്ങളായി ഗോപിഗണങ്ങൾ വർത്തിക്കുന്നു. ഭാവാർത്ഥം: സഖികൾ, നിത്യസഖികൾ, പ്രാണസഖികൾ, പ്രിയ സഖികൾ, പരമപ്രേഷ്ഠ സഖികൾ എന്നിങ്ങനെ ഗോപികമാർ 5 വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നതായി പറയുന്നു. വൃന്ദാവന ധാമത്തിന്റെ റാണിയായ ശ്രീ രാധയുടെ സഹചാരികളായ ഈ സുന്ദരാംഗികളെല്ലാം കൃഷ്ണനിൽ പരിശുദ്ധ കാമവികാരങ്ങൾ ഉണർത്താൻ വിദഗ്ധകളാണ്. പരമപ്രേഷ്ഠ സഖികൾ 8 പേരുണ്ട്. അവർ കൃഷ്ണന്റെയും രാധയുടെയും പ്രേമ വ്യവഹാരങ്ങളിൽ ഒരാൾക്ക് മറ്റേയാളോട് പ്രീതി ഉണ്ടാക്കാൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ചിലപ്പോൾ കൃഷ്ണന്റെ വശത്തോ ചിലപ്പോൾ രാധാറാണിക്കൊപ്പമോ ചേരുന്നു. അത് രസവിനിമയത്തെ കൂടുതൽ രുചികരമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപികമാരെ കുറിച്ച് പറയുന്നു. ഗോപികമാർക്ക് കൃഷ്ണന്റെ ആനന്ദത്തിനും അല്ലെങ്കിൽ കൃഷ്ണന്റെ രാധയുടെയും ലീലകളിൽ അവർക്ക് റോളുണ്ട്, പല റോളുകളും ഉണ്ട്. ആ ലീലകളെ, അതായത് കൃഷ്ണനും രാധയും എപ്പോഴും ഒരുമിച്ച് വരുവാനും അവർ ലീലകൾ ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അറേഞ്ച്മെന്റ്സും അവസരങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഗോപികമാർ എല്ലാവരും ചേർന്നിട്ടാണ്. വൃന്ദാദേവിയുടെ ആ ഒരു ഡയറക്ടർ വൃന്ദാദേവിയാണ്. ക്യാമറ ആക്ഷൻ കട്ട് എന്നൊക്കെ പറയുന്നത് വൃന്ദാദേവി. എവിടെ എന്ത് കോസ്റ്റ്യൂം ഇടണം, എല്ലാ ഡിസിഷനും അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഏതായിരിക്കണം ബാക്ക്ഗ്രൗണ്ട്, ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, കളർ കോമ്പിനേഷൻ ബാക്ക്ഗ്രൗണ്ടിന്റെ, ആ സ്ഥലം മുഴുവനും നികുഞ്ചം മുഴുവനും എങ്ങനെ, ഏതൊക്കെ. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ഈവൻ ഉപയോഗിക്കുന്ന എന്താ പറയാ പൂക്കളുടെ നിറം മാത്രമല്ല, ഈവൻ മണവും. ഇന്ന് എന്ത് ഫ്രാഗ്രൻസ് ആയിരിക്കണം, എന്ത് പെർഫ്യൂമുള്ള അല്ലെങ്കിൽ മണമുള്ള പൂക്കളായിരിക്കണം അവിടെ. ഓരോ ദിവസം വെറൈറ്റി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നടന്നത് അടുത്ത ദിവസവും ഇല്ല. റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന പരിപാടിയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എന്ന് തുടങ്ങി എന്ന് നമുക്ക് ആധ്യാത്മ ലോകത്തിനെ കുറിച്ച് നമുക്ക് അറിയാം. അതിന് തുടക്കമില്ല എന്നുള്ളത് അല്ലെ, ശാശ്വതമായിട്ടുള്ളതാണ്, അവസാനവും ഇല്ല. അവിടെ എന്ന് തുടങ്ങിയെന്നല്ല, പക്ഷെ എന്നും വെറൈറ്റീസ് ആണ്. ഇന്നുള്ള കോമ്പിനേഷൻ അല്ല നാളെ. അവരുടെ ഡ്രസ്സാണെങ്കിലും അങ്ങനെ തന്നെ.
സെറ്റപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ, ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാ ദിവസവും നൂതനമായിട്ടുള്ള കാര്യമാണ് കൃഷ്ണൻ രാധയും കാണുന്നത്. എന്നും വെറൈറ്റീസ് ആണ്, വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഈ ഗോപികമാരൊക്കെ കൃഷ്ണനെയും രാധയുടെയും ഈ പറയുന്ന ലീലകൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ അവരുടെ സന്തോഷം, ഈ ലീലകൾ നടക്കുക, ലീലകളെ അവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ മെയിൻ ഏറ്റവും വലിയ സേവനം. അതാണ് പറയുന്നത്, അവരൊക്കെ കൃഷ്ണന്റെയും രാധയുടെയും രസ ഉപകരണം. കൃഷ്ണന്റെയും രാധയുടെയും ലീലകൾക്ക്, രസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ അറേഞ്ച്മെന്റ്സും ഇവര് ചെയ്യുന്നു. രാധ സഹ. അപ്പൊ രാധാറാണി, അപ്പൊ ഈ ഗോപികമാരൊക്കെ രാധാറാണിയുടെ പക്ഷത്ത് വരുന്ന ഗോപികമാര് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നു. ഇപ്പോൾ സഖി, ഇവിടെ പറയുന്നു 5 തരത്തില് ഗോപികമാരെ ഡിവൈഡ് ചെയ്തു. ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഗോസ്വാമിമാരുടെ പുസ്തകങ്ങളിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു 5 കാറ്റഗറീസുള്ള പ്രൊപ്പോജി പറയുന്നത് നമുക്ക് വായിക്കാം. സഖി, നിത്യസഖി, പ്രാണസഖി, പ്രിയസഖി, പരമപ്രേക്ഷ സഖി. ചിലപ്പോൾ പ്രിയ നർമ്മ സഖി നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ചിലവർക്ക് കൃഷ്ണനോടും രാധയോടും ഒരേപോലെ സ്നേഹമുള്ളവരായിരിക്കും, രണ്ടുപേരോടും ഒരേപോലെ കൂറുള്ളവർ. പിന്നെ ഇതിൽ വേറെ പലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷ്ണനോട് കൂടുതൽ അടുപ്പമുള്ളവര്. ചിലവർ രാധയോട് സ്നേഹമുണ്ട്, എന്നാൽ ഒരു കുറച്ച് ശതമാനം കൂടുതലാണ് കൃഷ്ണനോട്. ഇനി വേറെയുണ്ട് സഖികൾ, അവര് രാധാറാണിയോടാണ് കൂടുതൽ അവർക്ക് മമതയുള്ളത്, കൃഷ്ണനേക്കാൾ കൂടുതൽ രാധാറാണിയോട്. ചിലവർക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ പല രീതികളിലും കാണാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആരാണെങ്കിലും, ഇനി മഞ്ജരിമാരെന്ന് പറയുന്നത് ഈ കാറ്റഗറിയിൽ വരുന്നതിൽ വെച്ച് അവരെ സംബന്ധിച്ച് അവർ രാധാറാണി അല്ലാതെ അവർക്ക് ഒന്നും അറിയില്ല. കൃഷ്ണനെ കാണാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുവാണെങ്കിൽ അവർ പറയും, ഞാൻ പോവില്ല, എനിക്ക് കാണണ്ട, എന്റെ രാധയുണ്ടെങ്കിൽ ഞാൻ പോകും, രാധയ്ക്ക് വേണ്ടി ഞാൻ വരും, എനിക്ക് കൃഷ്ണനെ കാണേണ്ട ആവശ്യമില്ല, രാധയ്ക്ക് കൃഷ്ണനെ കാണണമെങ്കിൽ ഞാൻ രാധയുടെ കൂടെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അതാണ് അവരുടെ ഭാവം. അവർക്ക് വേറെ ഒരു തരത്തിലും ആണ് മഞ്ജരീസിന്റെ സ്പെഷ്യാലിറ്റി, നമ്മുടെ ഗൗഡിയ വൈഷ്ണവിസത്തിന്റെ. അപ്പോൾ ആ ഒരു ഭാവം അതിന് ഒരുപാട് സ്ഥാനമുണ്ട് ശാസ്ത്രങ്ങളിലും അവിടെയും. ഓക്കെ, പരമപ്രേക്ഷ സഖി ആണെങ്കിലും ഈ പറയുന്ന പ്രിയ നർമ്മ സഖി അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്ടസഖികളൊക്കെ അവരൊക്കെ രാധാറാണിയുടെയും കൃഷ്ണന്റെയും ലീലകളിൽ അവര് എല്ലാവിധ കാര്യങ്ങളും സജ്ജീകരണങ്ങളും ചെയ്യുന്നു. അപ്പോൾ അവര് ചുരുക്കം പറയുമ്പോൾ അവര് നേരത്തെ പറഞ്ഞ പോലെ രസ ഉപകരണങ്ങളെ പോലെയാണ്. എല്ലാ അറേഞ്ച്മെന്റ്സും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവരുടെ സന്തോഷമാണ്, അതായത് രാധയുടെയും കൃഷ്ണനും അവര് രണ്ടുപേരും ലീലകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് ഇവരുടെ സന്തോഷം. അല്ലാതെ ഇവർക്ക് വേറെ ഒന്നുമില്ല. അവരുടെ സ്വന്തം താല്പര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള പാട്ട്, അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവർക്ക് ഇഷ്ടമുള്ള രാഗം. പിന്നെ അത് മാത്രമല്ല, വൃന്ദാദേവിയുടെ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമൊക്കെ അനുസരിച്ചാണ്. അതായത് ഇന്ന സമയത്ത് ഇന്ന രാഗം, ആ രാഗം അല്ല, ആ സമയം കഴിയുമ്പോൾ രാഗം മാറും. അതിമനോഹരമായിട്ടുള്ള പ്ലാനിങ് ആണ് ചെയ്യുന്നത് വൃന്ദാദേവി. ആ വൃന്ദാദേവിയോട് നമ്മൾ പറയുന്നത്, മോരായ അഭിലാഷ് വിലാസ് കുഞ്ചദിയോ വാസ് നയനേ ഹരിബോ സദാ യുഗല രൂപരാസി. അതാണ് പറയുന്നത്, മോരായ അഭിലാഷ്, എനിക്കൊരു അഭിലാഷമേ ഉള്ളൂ. എന്താണ്? വിലാസ് കുഞ്ചദിയോ വാസ്, ആ കുഞ്ചങ്ങളിൽ, ആ നികുഞ്ചങ്ങളിൽ വാസം, അതായത് അവിടെ നിവാസം തരും, അവിടെ താമസിക്കാനുള്ള ഒരു അവസരം തരും. താമസിച്ചാൽ മാത്രം ആവുന്നില്ല, അല്ലെ? താമസിച്ചുകൊണ്ട് വിലാസ് കുഞ്ച ദിയോവാസ് നയനേ ഹേരിബോ സദാ യുഗല രൂപരാസി, ഈ കണ്ണുകൾ കൊണ്ട് യുഗല കിഷോറിന്റെ, കൃഷ്ണന്റെ രാധയുടെയും ലീലകൾ കാണാനുള്ള മഹാസൗഭാഗ്യം തരൂ. അവിടെ നിർത്തുന്നില്ല, അതെ. പിന്നെ പറയുന്നു, സഖികളുടെ അനുഗത്യയിൽ എനിക്ക് സേവനങ്ങൾ തരുമെന്നാണ് പറയുന്നത്. അതിമനോഹരമാണ് തുളസിയാരതി. ഏ നിവേദനധാരു
ഒരു നിവേദനം കൂടെ ഉണ്ട്. ആഗ്രഹം പറഞ്ഞു നികുഞ്ചത്തിൽ വസിക്കണം, രാധാകൃഷ്ണന്റെ ലീലകൾ ഈ കണ്ണുകൊണ്ട് കൊണ്ട് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. കൂട്ടത്തിൽ കൂടെ ഒരു നിവേദനം കൂടെ സമർപ്പിക്കുന്നു. ഏ നിവേദനദ സഖിമാരുടെ അനുഗത്യയിൽ, അവരുടെ ശിക്ഷണത്തിൽ, അവര് പറയുന്നതനുസരിച്ചിട്ട്, ഈ പറയുന്ന സഖിമാരുടെ ശിക്ഷണത്തിൽ. നമ്മളിപ്പോ പറയുന്ന സഖിമാര് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നു. അവര് നിത്യസഖികളായിട്ടുള്ളവര്, അവരെ അവരെ അനുഗമിച്ചുകൊണ്ട് സഖീർ അനുഗത കറോ സേവാധികാരാദിയെ കോരോ നിജദാസി. അവരുടെ അനുഗത്യയിൽ സേവാ അധികാരം, സേവനം ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ സേവനം ചെയ്യാനുള്ള ഒരു അവസരം തന്നാലും ഞാൻ നിന്റെ ദാസിയാണ്. തുളസി ദേവിയോട്, വൃന്ദാദേവിയോട് പറയുവാണ്. കാര്യം വൃന്ദാദേവിയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. വൃന്ദാദേവി ശരണം പ്രാപിച്ചാൽ വൃന്ദാദേവി കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. ഹരേ കൃഷ്ണ. അതിമനോഹരമാണ് ഗോലക വൃന്ദാവനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्री चैतन्य चरितामृत की जय, जगत गुरु श्रीला प्रभुपाद की जय, श्रील कृष्णदास कविराज गोस्वामी की जय, समवेद गौर भक्त वृंद की जय, निताय गौर। हरे कृष्ण. താങ്ക് യു. ഇന്ദു. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്ലോകം മാർക്ക് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തുടരാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. താങ്ക് യു.